നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ഇനി 3 ദിവസങ്ങൾ മാത്രം. ഇതിനിടയിൽ സർക്കാരിനെയും LDFനെയും ഒക്കെ പ്രതിരോധത്തിലാഴ്ത്തിയ ഒട്ടനവധി വിഷയങ്ങൾ. എല്ലാറ്റിനും ഒടുവിൽ സർക്കാരിന് മേൽ വന്നു പതിച്ചത് ശബരിമല കൊള്ളയായിരുന്നു. എന്നാൽ എല്ലാ വിഷയങ്ങളെയും മുക്കിക്കളഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ലൈംഗികാതിക്രമ കേസായിരുന്നു ആദ്യഘട്ടത്തിൽ ചർച്ചയായത് എങ്കിൽ ഇപ്പോഴിതാ രാഹുലിൻ്റെ ഒളിവ് ജീവിതമാണ് കൂടുതൽ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസും UDFും ഒക്കെ ഈ വിഷയത്തിൽ വലിയ പ്രതിരോധത്തിലുമായി. 10 ദിവസങ്ങൾക്ക് മുൻപ് പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നു. പത്മകുമാറിനെ റിമാൻഡിലാഴ്ത്തുമ്പോൾ മറ്റ് ചില വാർത്തകൾ കൂടി പുറത്തേക്ക് വന്നിരുന്നു. പത്മകുമാർ നൽകിയ ഒരു മൊഴി തന്ത്രിയെയും മന്ത്രിയെയും വെട്ടിലാക്കുന്ന മൊഴിയായിരുന്നു അന്ന് പത്മകുമാർ നൽകിയത്. പത്മകുമാറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം തിരിയുന്ന കാഴ്ച അന്ന് കേരളം അത്ഭുതത്തോടെ നോക്കി നിന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കടകംപള്ളി സുരേന്ദ്രൻ്റെ ചോദ്യം ചെയ്യൽ മാറ്റിവെക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി എന്ന വെളിപ്പെടുത്തൽ പ്രതിപക്ഷ നേതാവിൽ നിന്ന് നമ്മൾ കേട്ടു. രാഹുൽ മാങ്കൂട്ടം വിഷയം മാത്രം മുന്നോട്ട് വെച്ച് പ്രതിപക്ഷത്തെ ആക്രമിക്കാനാണ് ഭരണപക്ഷം കോപ്പുകൂട്ടുന്നത്. രാഹുലിനെ പുറത്താക്കേണ്ടി വന്ന കോൺഗ്രസിൻ്റെ ഗതികേട് തന്നെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നിടുകയാണ് ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത്. രാഹുൽ ഒരു ലൈംഗിക വൈകൃതക്കാരനാണ്. ഇത്തരം വൈകൃത സ്വഭാവമുള്ളവർ ഇനിയും കോൺഗ്രസിൽ ഒട്ടനവധിയുണ്ട്. ചില MLAമാർക്കെതിരെ ലൈംഗികാതിക്രമ കേസുകൾ നിലവിലുണ്ട്. പക്ഷെ അവർ ഇപ്പോഴും MLAമാരായി തുടരുന്നുവെന്നാണ് പിണറായി വിജയൻ ആക്ഷേപിച്ചത്. മറുവശത്ത് രാഹുൽ മാങ്കൂട്ടം വിഷയം കോൺഗ്രസിൻ്റെ തലയിലിടാൻ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ മുഖ്യമന്ത്രി മാത്രമല്ല MV ഗോവിന്ദനടക്കം പലരും ശ്രമിക്കുന്നു. എന്നാൽ രാഹുലിനെ തങ്ങളുടെ തലയിൽ നിന്ന് ഒഴിവാക്കാൻ നെട്ടോട്ടമോടുന്ന കോൺഗ്രസിനെയാണ് മറുവശത്ത് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തങ്ങൾ നേരത്തെ തന്നെ പുറത്താക്കി എന്നതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. രാഹുലിനെതിരെ പരാതി വന്നപ്പോൾ സസ്പെൻഡ് ചെയ്തു. പിന്നീട് കോടതി വിധി രാഹുലിനെതിരാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി. ഇതിൽ കൂടുതൽ തങ്ങൾ എന്തു ചെയ്യുമെന്ന ചോദ്യം. എന്നാൽ മറുവശത്ത് അപ്രതീക്ഷിത നീക്കങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നു. ഒരു വശത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഹൈക്കോടതിയിൽ ശക്തമായ വാദങ്ങൾ ഉയരുമ്പോൾ മറുവശത്ത് സർക്കാർ സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും പ്രതിരോധത്തിലാകുന്ന കാഴ്ച. രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പോലീസിൻ്റെ കഴിവുകേടാണ് എന്ന് പ്രതിപക്ഷം ഇപ്പോൾ തുറന്നടിക്കുന്നു. രാഹുലിനെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തന്ത്രമാണ് എന്ന തലത്തിൽ പ്രതിപക്ഷം പുതിയ പ്രചരണത്തിന് തുടക്കമിട്ടു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത് പെട്ടെന്ന് മാധ്യമശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇതൊരു സർക്കാർ ആസൂത്രിത നാടകമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വളരെ ശക്തമായി പറയുന്നു. മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയ ഉടൻ തന്നെ എന്തുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്തില്ല എന്ന പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം ഇപ്പോൾ സർക്കാരിൻ്റെ മേൽ കുരുക്കാവുന്നു. രാഹുൽ മാങ്കൂട്ടം വിഷയം കൃത്യമായ രാഷ്ട്രീയ വിഷയമാക്കിയെടുക്കുന്നതിൽ സർക്കാർ കാണിച്ച പ്രത്യേക കുതന്ത്രങ്ങളാണ് പ്രതിപക്ഷം തുറന്നിടുന്നത്. ഇതോടെ ശബരിമല സ്വർണ്ണക്കൊള്ള വീണ്ടും ചർച്ചയാക്കുക എന്ന പ്രതിപക്ഷത്തിൻ്റെ തന്ത്രം വിജയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടിക്ക് നേരെയുള്ള ചോദ്യം CPMന് അസ്വസ്ഥത ഉണ്ടാക്കുന്നുവെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. രാഹുൽ കേസിൽ അത് മുങ്ങിപ്പോകുമെന്ന കണക്കുകൂട്ടലുകൾ അവസാന നിമിഷം പാളുന്നു. ഇപ്പോഴിതാ പത്മകുമാറിൻ്റെ മൊഴി കൂടുതൽ ചർച്ചയാവുന്നു മാധ്യമങ്ങളിൽ. രാഹുൽ വിഷയത്തിൽ ഇത്തിരി ശമനം വരുമ്പോൾ അപ്പോൾ ശബരിമല കൊള്ള ആളിക്കത്തുന്ന കാഴ്ച CPMനെ വിരളി പിടിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ വിഷയം പരമാവധി ഉച്ചത്തിൽ ഉയർത്തി നിർത്തുക എന്നതാണ് CPMൻ്റെ തന്ത്രം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വലിയ പ്രതികരണത്തിന് പാർട്ടി മുതിരേണ്ട എന്ന നയത്തിൽ നിന്ന് മാറി MV ഗോവിന്ദൻ ഇന്നലെ ഒരു പ്രസ്താവന നടത്തി. ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായവർക്കെതിരെ നടപടിയെടുക്കുന്നത് പാർട്ടി തീരുമാനിക്കുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. സ്വർണ്ണക്കൊള്ള വീണ്ടും തിരിഞ്ഞുകൊത്തുന്നു എന്ന് മനസ്സിലാക്കിയാണ് ഇപ്പോൾ MV ഗോവിന്ദൻ്റെ ഈ പ്രസ്താവന. പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമാണെന്നും വിധി വരുന്നതുവരെ കാത്തിരിക്കണമെന്നുമായിരുന്നു അദ്ദേഹം നേരത്തെ നടത്തിയ പ്രസ്താവന. അതിന് സമാനമായി രാഹുലിൻ്റെ കാര്യത്തിൽ തങ്ങൾ വ്യത്യസ്ത സമീപനമാണ് സ്വീകരിച്ചത് എന്ന് കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിയിരുന്നു. ശബരിമലയിൽ ആര് തെറ്റ് ചെയ്താലും സംരക്ഷിക്കില്ല എന്ന് മുഖ്യമന്ത്രിയും പറയുന്നു.
മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി ബന്ധപ്പെട്ട പരാതികളിലൂടെ പുറത്തുവരുന്നത് ഭീഭത്സമായ കാര്യങ്ങളാണ്. ഒരു ലൈംഗിക വൈകൃതത്തിനുടമയാണ് രാഹുൽ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രി തന്നെ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നത് ഇടതുപക്ഷവും സർക്കാരുമൊക്കെ എത്രത്തോളം പ്രതിരോധത്തിലാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് മറുവശത്ത് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ പിന്തുണ ലഭിക്കുന്നു. അത് സർക്കാരിനെ ഭയപ്പെടുത്തുന്നു. എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഒരു പൊതുനിലപാടിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു. രാഹുൽ വിഷയത്തിൽ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നേതാക്കൾ പരസ്യമായി പ്രസ്താവനകൾ നടത്തരുത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുന്നു. രാഹുലിനെ പിടിക്കാനായി കാടിളക്കിയുള്ള അന്വേഷണമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് രാഹുലിനെ പിടികൂടുന്നില്ല എന്ന ചോദ്യം ഇപ്പോൾ കോൺഗ്രസ് തിരികെ സർക്കാരിന് നേർക്ക് ഉയർത്താൻ തുടങ്ങിയിരിക്കുന്നു. തങ്ങൾ അന്വേഷണം തുടരുകയാണെന്നും രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ച ഡ്രൈവറെയും സഹായിയെയും കസ്റ്റഡിയിലെടുത്തു എന്നുമാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത്. ഇതിനിടയിൽ ഇക്കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോൺ ഓണായി. വരിക വരിക സഹചരെ എന്ന റിംഗ് ടോണാണ് അതിൽ കേട്ടത്. എന്നാൽ ഫോൺ ഉള്ളിടത്തല്ല രാഹുൽ ഉള്ളത് എന്ന് സ്ഥിരീകരിച്ചു തൊട്ടു പിന്നാലെ പോലീസ് സംഘം. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്ന് മുഖ്യമന്ത്രിക്ക് വ്യക്തമായി അറിയാം എന്ന് അടൂർ പ്രകാശ് പറയുന്നു. തെരഞ്ഞെടുപ്പ് ദിവസം വരെ വിഷയം ചർച്ചയാക്കി നിർത്താൻ അവർ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ കുറച്ചേറെ ദിവസങ്ങളായി ശബരിമല സ്വർണ്ണക്കൊള്ള ഏറെക്കുറെ നിശ്ചലാവസ്ഥയിലാണ്. ഇതിനിടയിൽ ഹൈക്കോടതിയിൽ നിന്ന് അന്വേഷണ സംഘം 1 മാസത്തെ സമയപരിധി കൂടി നീട്ടിയെടുത്തു അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ. പത്മകുമാറിൻ്റെ മൊഴികൾ ഞെട്ടിക്കുന്നതാണ്. എന്നാൽ പത്മകുമാറിൽ കാര്യങ്ങൾ ഒതുക്കാനുള്ള ശ്രമം ചിലർ തുടരുകയാണ്. സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിൻ്റെ പങ്ക് കൂടുതൽ വ്യക്തമാക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഒപ്പം മൊഴിയും. തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ സ്വർണം പൂശണമെന്നാണ് ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഒപ്പിട്ട് പ്രിന്റ് ചെയ്ത മിനിറ്റ്സിലുണ്ടായിരുന്നത്. ഇതിൽ പച്ചമഷി കൊണ്ട് സ്വർണം കൊണ്ടുപോയി പൂശുന്നതിന് എന്ന് എഴുതി ചേർത്ത് പത്മകുമാർ ഒപ്പിട്ടിരിക്കുന്നു. സാധാരണ ഇത്തരം മിനിറ്റ്സിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്തിയാൽ എല്ലാ ബോർഡ് അംഗങ്ങളും അവിടെ ഒപ്പിടണം. ഇവിടെ പത്മകുമാർ മാത്രമാണ് ഒപ്പിട്ടിരിക്കുന്നത്. മിനിറ്റ്സിലെ കയ്യക്ഷരം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് SIT പറയുന്നു. ബോർഡ് അംഗങ്ങൾ ഒപ്പിട്ടതിന് ശേഷം തിരുത്തൽ ആവശ്യമാണെങ്കിൽ അന്തിമ മിനിറ്റ്സിൽ വീണ്ടും പ്രസിഡന്റിനൊപ്പം മറ്റംഗങ്ങളും ഒപ്പുവെക്കും. അംഗങ്ങൾ അറിയാതെ പത്മകുമാർ നേരിട്ട് ഇടപെട്ട് സ്വർണം പുറത്തെത്തിക്കാനുള്ള നീക്കം നടത്തിയതാവാം എന്നാണ് അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നത്. എന്നാൽ പത്മകുമാറിന് മേൽ മറ്റ് ബാഹ്യ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു എന്ന സൂചന ഇപ്പോൾ കൂടുതൽ ശക്തമാകുന്നു. ഇവിടെയാണ് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യൽ നീട്ടിക്കൊണ്ടുപോകാനുള്ള വ്യഗ്രത ചിലർ പ്രകടിപ്പിക്കുന്നത്. പത്മകുമാർ ഒപ്പിട്ടതിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന നിലപാടാണ് ബോർഡ് അംഗങ്ങളായ KP ശങ്കരദാസും വിജയകുമാറും ചോദ്യം ചെയ്യലിൽ ആവർത്തിച്ചത്. ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട കേസിലും പത്മകുമാർ സമാന ഇടപെടലുകൾ നടത്തി എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശാൻ നേരിട്ടുള്ള അനുമതി തന്നെയാണ് പത്മകുമാർ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളുടെ കാര്യത്തിലും നൽകിയത്. മിനിറ്റ്സിൽ ഇല്ലാത്ത കാര്യം കൂടി ചേർത്താണ് പലപ്പോഴും പത്മകുമാർ മിനിറ്റ്സ് പുറത്തിറക്കുക. ഇത്തരം ചെയ്തികൾ തന്നെയാണ് ഇപ്പോൾ പത്മകുമാറിനെ വീഴിച്ചിരിക്കുന്നത്. എന്നാൽ പത്മകുമാറിനും അപ്പുറം മറ്റുന്നതർ എന്തുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്ന ചോദ്യം സമൂഹമുയർത്തുന്നു. പ്രതിപക്ഷവും കൂടുതൽ പ്രചരണമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. രാഹുലിനെ തൽക്കാലം മാറ്റി നിർത്തുക, ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്ക് കടന്നു വരിക. മറുവശത്ത് രാഹുൽ മാങ്കൂട്ടം ടീം പറയുന്നത് രാഹുലിൻ്റെ കാര്യം തങ്ങൾ നോക്കിക്കൊള്ളാമെന്നാണ്. ഹൈക്കോടതിയിൽ അതിശക്ത വാദങ്ങൾ ഉയർത്തുന്നു. മറുവശത്ത് ഒളിവിൽ നിന്നുകൊണ്ട് ഇപ്പോഴും പയറ്റുകയാണ് രാഹുൽ മാങ്കൂട്ടം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.